Watch full song on 123 Music's YouTube channel. എടി എനിക്ക് പുള്ളിനെ ഇഷ്ടപ്പെട്ടു. ആള് പാവല്ലേടി. എടി നീ എന്തോരും ആളെ കളിയാക്കണോ? നീ എന്നല്ലേ പറഞ്ഞ നിനക്ക് പഠിച്ച് ജോലിയൊക്കെ കിട്ടിയിട്ട് മതി കല്യാണം എന്ന്. അതിപ്പോ കല്യാണം കഴിഞ്ഞാലും പഠിച്ച് ജോലിയൊക്കെ വാങ്ങിച്ചോളെ. നീ അല്ലേ പറഞ്ഞ കല്യാണം കഴിഞ്ഞതൊന്നും നടക്കത്തില്ലെന്ന്. നിന്റെ വീടിനടുത്തുള്ള ഏതൊരു ചേച്ചിയുടെ കഥയൊക്കെ നീ പറയുന്നുണ്ടായിരുന്നല്ലോ. ആ ചേച്ചിയുടെ ഭർത്താവിനെ പോലെയല്ലോ ശരത്തേട്ടൻ. ഏട്ടൻ പറയുന്നത് നിങ്ങളും കേട്ടല്ലേ? ചേട്ടൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. അതിൽ ഏതാ മോൾ ഉദ്ദേശിച്ചത്? ഈ പാർട്ട്ണറിന്റെ ഇഷ്ടങ്ങൾക്കൊക്കെ ഫുൾ സപ്പോർട്ട് കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അതിനർത്ഥം ആള് നല്ലവനാ. ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ ആഗ്രഹങ്ങൾക്ക് വാല്യൂ കൊടുക്കുന്നവനാ. ആ ബെസ്റ്റ്. നീ അതൊക്കെ വിശ്വസിച്ചോ? ചുമ്മാ തള്ളിയതായിരിക്കും നിന്നെ സോപ്പിടാൻ വേണ്ടിട്ട്. അത് പോയിന്റ്. ഇനി അത് സത്യമാണെങ്കിൽ ഇൻകേസ് നീ പ്രഗ്നന്റ് ആയ ഇതൊന്നും നടക്കത്തില്ല. നിന്റെ വേൾഡ് ടൂർ എല്ലാം ഗോവിന്ദയാ. നിനക്ക് എവിടേക്ക് പോകണമെന്ന് പറഞ്ഞത്? ഹിമാലയത്തില്, ലണ്ടനില്, പിന്നെ എവിടെയാ നായഗ്ര വെള്ളച്ചാട്ടത്തില് അല്ലേ? അതൊക്കെ ഫാമിലി ആയിട്ട് നമുക്ക് പോയി കാണാലോ. ഒറ്റയ്ക്ക് പോകുന്നില്ല നല്ലത്, കൂടെ ആരെങ്കിലും ഉള്ളതല്ലേ. ഇതൊക്കെ വട്ടായിന്ന് തോന്നുന്നത്. നീ ഞാൻ പറയണമെന്ന് മനസ്സിലാക്ക്. ഈ പ്രഗ്നൻസി ടൈമിലൊക്കെ ഉണ്ടല്ലോ, പഠിക്കാൻ പോലും പറ്റില്ല. ഫുൾ വോമിറ്റിംഗ് ആയിരിക്കും. അത് നേരാ. എൻ്റെ ഒരു അമ്മായിണ്ട്, ഇപ്പോഴും വോമിറ്റിംഗ് നിർത്തിയിട്ടില്ല. കാലം മാറി മോളെ, അതൊക്കെ ഞാൻ നോക്കാം. തീരുമാനം മറ്റടുത്ത വർത്താനം പറയുന്നത്. നീ കുറെ ഡയലോഗ് അടിച്ചിവിടെ കിടന്ന് മൂങ്ങിയിട്ടല്ലേ ഞങ്ങൾ ഒരു പരിചയമില്ലാത്ത ആളെ വിളിച്ച് ചീത്തയൊക്കെ പറഞ്ഞത്. സോറി. അവളൊരു സോറി കൊണ്ട് ഉപ്പിലിട്ട് നോക്കടി. നിനക്ക് ഇൻട്രസ്റ്റ് ഇല്ലാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പുള്ളി നൈസിലൊന്ന് വായി നോക്കാൻ തുടങ്ങിയായിരുന്നു. എന്തോന്ന്? അത് പിന്നെ പുള്ളിയുടെ കഥയൊക്കെ കേട്ടപ്പോൾ ചെറുതായിട്ടൊന്ന് ക്രഷ് തോന്നി. പിന്നെ ടൈഗറും കൂടി അങ്ങ് വരച്ചപ്പോഴേ അതങ്ങ് കൂടി. നിനക്ക് മാത്രമല്ല എനിക്കും. പുള്ളിയുടെ കഥയൊക്കെ കേട്ടപ്പോൾ പിന്നെ എനിക്കിഷ്ടപ്പെട്ട ഫുഡൊക്കെ ഉണ്ടാക്കി തന്നപ്പോൾ എനിക്കും ഒരു ക്രഷ് തോന്നി. ഇതൊക്കെ എപ്പോ? ഞാൻ സമ്മതിക്കത്തില്ല. നിന്റെ സമ്മതം ആർക്ക് വേണം? എടി, മനുഷ്യനായി പറഞ്ഞ വാക്കിന് എന്തെങ്കിലും ഒരു വില വേണം. എടി, ഈ വാക്കെന്നുള്ളതുണ്ടല്ലോ ഡ്രസ്സ് വല്ല മാറ്റാനുള്ളതല്ല കേട്ടോ. അതെ, ഞങ്ങളുടെ കല്യാണമാണ് വീട്ടുകാർ ഉറപ്പിച്ചേക്കുന്നത്. അതുകൊണ്ട് നീയൊക്കെ എത്ര കിനാവാണാലും ഒരു ചുക്കും നടക്കത്തില്ല. ആ പറഞ്ഞ വീട്ടുകാരോട് നാളെ തന്നെ ശരത്തേട്ടൻ വിളിച്ച് പറഞ്ഞോളും ഈ കല്യാണത്തിന് സമ്മതമല്ലാന്ന്. ഞാനൊന്ന് കരഞ്ഞു കാണിച്ചാൽ പുള്ളി അങ്ങനെ പറയത്തില്ല. പുള്ളിക്കും കൂടി ഇഷ്ടമായതുകൊണ്ടല്ലേ ഈ കല്യാണാലോചന ഇവിടെ വരെ എത്തിയത്. എന്നാ ആര് പറഞ്ഞു? പുള്ളിക്ക് പുള്ളിയുടെ പേരൻസിനോട് നോ പറയാൻ പറ്റാത്തതുകൊണ്ട് മാത്രം സമ്മതിച്ചതാ. ഒരിക്കലും ഇല്ല. അതെ, ഡൗട്ടൊന്നും വെച്ചുകൊണ്ടിരിക്കണം. നമുക്കിപ്പോൾ തന്നെ ക്ലിയർ ആക്കാം. ബാ. ആ കഥ കുറിച്ചേക്ക് ഇല്ലെങ്കിൽ മായിച്ചു കൂടെ കയറി വരും. അവർക്കൂടെ ക്രഷ് അടിക്കും. ശരിയാ. ചേർത്തേട്ടാ ഒന്ന് എണീക്കോ? ഒരു അത്യാവശ്യ കാര്യം ചോദിക്കാൻ. എന്താ? അതെ, ചേർത്തേട്ടന് ശരിക്കും ഇവളെ ഇഷ്ടമായിട്ടല്ലല്ലോ കല്യാണത്തിന് സംഭവിച്ചത്. അല്ല, കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ അച്ഛനോട് അമ്മോട് നോ പറയാൻ പറ്റില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് കല്യാണത്തിന് സംഭവിച്ചതല്ലേ? ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഞാൻ പറഞ്ഞായിരുന്നു എന്നോട്. ഞാൻ എപ്പോഴേ ശരത്തേൻ്റെ അടുത്ത് പറഞ്ഞല്ലേ ഡ്രസ്സ് മാറിയിട്ട് കിടക്കാനായിട്ട്. എൻ്റെ അടുത്താണെങ്കിൽ ബോയ്സിന് നല്ലൊരു ടീഷർട്ടും ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഉറക്കമൊന്നുമില്ലേ? ഞങ്ങളുടെ അവർക്കൊക്കെ എപ്പോഴേ പോയി. വന്നേ രണ്ടുപേരും വന്നേ. നിക്ക് എന്താ? അതെ, ശരത്തേട്ടന് ഇപ്പോഴും കല്യാണത്തിന് വീട്ടിൽ സമ്മതമല്ല എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇപ്പോഴും ഞങ്ങളുടെ കല്യാണം ഫിക്സാ. നീ പുള്ളിനെ റിജക്ട് ചെയ്തല്ലേ, നിനക്കവിടെ മിണ്ടാൻ പോയില്ല. അതെ, ഇനി ഞങ്ങളൊന്ന് ട്രൈ ചെയ്യട്ടെ. ഞങ്ങളാ? നീ ട്രൈ ചെയ്തോ, പക്ഷെ ശരത്തേട്ടൻ എൻ്റെ. അയ്യേ, അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. സോറി, പള്ളിയിൽ പോയി ഇപ്പോൾ സമയമില്ല. ചിത്ര ചുമ്മാ കളിക്കലട്ടാ. നിനക്ക് അല്ലെങ്കിൽ കുട്ടികളെ മാറിയിട്ടില്ല. പിന്നെയാണ് ഇപ്പോൾ റിലേഷൻഷിപ്പ്. അതെ, രണ്ടുപേരും നിർത്തിക്കേ. താരം നിന്റെ അടുത്ത് നേരത്തെ പറഞ്ഞ നിനക്കൂടെ മിണ്ടാൻ പോയില്ലെന്ന്. ഞാൻ മിണ്ടും. ഇത് ഞാൻ ഫ്രണ്ട് കൊടുക്കുന്ന വീടാ. അയ്യോ മഹേഷി. ശരത്തേട്ടാ ഓണറേച്ച് വന്നു എഴുന്നേറ്റേ. അതെ, പെട്ടെന്ന് കട്ടിനടി കയറാവോ? നിങ്ങൾ ചേച്ചനെ അല്ലേ? ശരത്തേട്ട അമ്മേ. എന്താ റൂമിലൊരു ബഹളം? അത് ചേച്ചി, നിങ്ങൾക്കൊന്നും ഉറക്കമില്ലയോ? ശരത്തേട്ടൻ ആദ്യമായിട്ടാണോ ബാത്റൂമിൽ ഒരു പെണ്ണിന്റെ കൂടെ? ഞാനും ആദ്യമായിട്ടാ. ശരത്തേട്ടൻ എല്ലാ ദിവസവും കുളിക്കാറുണ്ടോ? ഞാൻ എല്ലാ ദിവസവും കുളിക്കും, പക്ഷെ ഇടയ്ക്കേ തല കഴുകുള്ളൂ. ഈ റൂമിൽ എന്താ ഇത്ര വേണം?
ചേച്ചി പഠിക്കുമായിരുന്നു. ഇത്ര ഒച്ചത്തിലോ? ആ കുറെ ഡൗട്ട്സ് ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യായിരുന്നു. ചിത്രയോടെ അവള് കുളിക്കാണ്. ഈ പാരാത്രിക്കോ? ആ അവളിപ്പോ കുറച്ചായിട്ട് എങ്ങനെയാ എന്താണോ പറ്റിയത്, തലയ്ക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. ഈ കിടക്കെന്താ താഴെ കിടക്കുന്നേ? ഓഹോ അതോ എന്തൊരു ചൂടാ. ഞാൻ താഴെ കിടക്കുമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ഒരു AC വെച്ച് തരാൻ വേണ്ടിയിട്ട്. മുഖത്ത് എന്തോ ഒരു ഉടായ്പുണ്ടല്ലോ. ചേച്ചിക്ക് ഞാൻ അത്രയ്ക്ക് വിശ്വാസമില്ലേ? ഈ സമയത്ത് ആരാ വെല്ലടിക്കുന്നത്? ആ ആർക്കറിയാം, ചേച്ചി പോയി നോക്ക്. കല്യാണി ബാമ്പക്ക് പോയി നോക്കാം. ബാപ്പോ നിനക്ക് രാത്രി ഒന്നും ഉറപ്പില്ലേ? അതെന്നെ എനിക്ക് ചോദിക്കണം, എനിക്കൊന്നും രാത്രി ഉറക്കില്ല തളെ. അതെ നമുക്ക് ജനൽ തുറന്ന് ആരാന്ന് നോക്കിയിട്ട് വാതിൽ തുറന്നാൽ മതി. വല്ല കള്ളന്മാരും ആയിരിക്കും. പിന്നെ കള്ളന്മാരോ? പറയാൻ പറ്റില്ല, ഇപ്പൊ കള്ളന്മാർ അങ്ങനെയും വരും. എന്നാലും ഈ സമയത്ത് ആരായിരിക്കും വന്നത്? ആ ജാരൻ അല്ല പിന്നെ ആര് പൊടി. പിന്നെ ഈ സമയത്ത് ജാരന്മാരല്ല പിന്നെ ആരാ വരുന്നേ? അപ്പോ അടി അപർണ